ശബരിമല സ്ത്രീ പ്രവേശന വിധി പുറത്തു വന്നു. അതിനു പിന്നാലെ സംഘപരിവാറും കോൺഗ്രസും കൊടി പിടിച്ചും പിടിക്കാതെയും ശരണമന്ത്രവുമായി പിണറായി വിജയനെയും ചേർത്ത് തെറിവിളി നടത്തി. ഒടുവിൽ തിരഞ്ഞെടുപ്പെത്തിയപ്പോൾ പ്രത്യക്ഷമായി അയ്യനൊരു വോട്ടുമായി BJPയും പരോക്ഷമായി വിശ്വാസം നശിപ്പിച്ചവർക്കെതിരെ വോട്ടെന്ന ക്യാമ്പയിനുമായി കോൺഗ്രസും കളം പിടിക്കുകയാണ്. എന്നാൽ സ്ത്രീ പ്രവേശന വിധിയെ സംബന്ധിച്ച BJP നിലപാട് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. RSSന്റെ സർക്കാർ വിഭാഗം ഉൾപ്പെടെ അഖിലേന്ത്യാ തലത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ള നയം ആരാധനാ രംഗത്ത് ഒരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും തുല്യമായ അവസരമുണ്ടാകണമെന്നാണ്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള അവകാശത്തിൽ സ്ത്രീ പുരുഷനേക്കാൾ താഴെയാണെന്നുള്ള കാഴ്ചപ്പാട് പാടില്ല എന്നുള്ളതാണ് RSSന്റെ സുവ്യക്തമായ നിലപാട്. ഇനി പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കൂടി കേൾക്കാം. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാവരും അംഗീകരിക്കാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ MM ഹസന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു. ഇവരുടെ എല്ലാം തന്ത്രിയുടെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കോടതിയുടെ മുമ്പിൽ പറഞ്ഞ ശേഷം കോടതി എടുത്തിരിക്കുന്ന ഒരു അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിധി മാനിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്കിൽ ലേഖനം എഴുതിയത് BJPയുടെ MLA O രാജഗോപാലാണ്. സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയ കേസിന് കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് പ്രേരണകുമാരി BJPയുടെ അഡ്വക്കേറ്റ് വിംഗ് കൺവീനറാണ്. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയ നേതാവിന്റെ പേര് K സുരേന്ദ്രൻ എന്നാണ്. നിലവിൽ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ വോട്ട് ചോദിക്കുന്നത് അയ്യപ്പന്റെ പേരിലും. അയോധ്യയിലെ രാമനെ കൂട്ടുപിടിച്ചാണ് 1991 തിരഞ്ഞെടുപ്പിൽ 120 സീറ്റുകളും 2014 തിരഞ്ഞെടുപ്പിൽ മോദി തരംഗവും BJP ഉണ്ടാക്കിയത്. ഇതേ മാതൃകയാണ് കേരളത്തിലും അവർ പരീക്ഷിക്കുന്നത്. കേരളത്തിൽ രാമന് പകരം അയ്യപ്പനാണ്. 3% വോട്ടിൽ നിന്ന് 14% വോട്ടിലേക്ക് കേരളത്തിൽ BJP വളർത്തിയത് അയ്യപ്പനെ കൂട്ടുപിടിച്ച വർഗീയത പരത്തിയുമുള്ള രാഷ്ട്രീയമാണ്. ഈ തിരഞ്ഞെടുപ്പിലും അവർ വോട്ട് അഭ്യർത്ഥിക്കുന്നത് അയ്യപ്പന്റെ പേരിലാണ്. നിഷ്കളങ്കരായ വിശ്വാസികളുടെ മനസ്സിലുള്ള അയ്യപ്പനും BJPയുടെ രാഷ്ട്രീയ അയ്യപ്പനും ഒന്നല്ല എന്ന് തിരിച്ചറിയുക. മണ്ഡലം ഏതായാലും ഈ കാര്യങ്ങൾ മറന്നുകൂടാ.